ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ കണ്ടാലോ. ഇന്ന് അടിപൊളി ഒരു തേങ്ങാ ചട്നിയും പിന്നെ അതിൻ്റെ കൂടെ നല്ല തട്ടുദോശയാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഒരു കപ്പ് തേങ്ങയിലേക്ക് ഒരു 4 ഉള്ളിയും ഒരു പീസ് ഇഞ്ചി, ഒരു പച്ചമുളക്, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. അതിനുശേഷം കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പച്ചമുളകാണ് ഫസ്റ്റ് തന്നെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഓയിലൊന്ന് ആഡ് ചെയ്തതിന് ശേഷം അതൊന്നും നന്നായിട്ട് വറുത്ത് വരുന്ന സമയത്ത് നമുക്ക് അരച്ച് വെച്ച മിക്സ് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ആഡ് ചെയ്ത് ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആൻഡ് സിമ്പിളായിട്ടുള്ള തേങ്ങാ ചമ്മന്തി റെഡിയാക്കി കിട്ടും. ഈ സമയത്ത് നമുക്ക് ഉപ്പൊന്ന് ആഡ് ചെയ്യാം. ചട്നി ആയതുകൊണ്ട് തന്നെ ഒന്ന് ചൂടാവാൻ പാടില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ചെറിയ രീതിയിലൊന്ന് ചൂടാകുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി തേങ്ങാ ചട്നി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശയൊന്ന് ചുട്ടെടുക്കാം. പാൻ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇത്തിരി വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ. അതിനുശേഷം നല്ലെണ്ണയാണ് കേട്ടോ ഒഴിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഓരോ ദോശയായിട്ടൊന്ന് ചുട്ടെടുക്കാം. നിങ്ങൾക്ക് ഈ കോംബോ ഇഷ്ടമാണോ? ഈ ദോശയും ചട്നിയും സാമ്പാറും ഒക്കെ ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. എൻ്റെ ഏറ്റവും ഫേവറേറ്റാണിത്. ഇഡലി, ദോശ, പിന്നെ അതിൻ്റെ കൂടെ സാമ്പാറും ചമ്മന്തിയും ഉഴുന്നുവടയും ഉണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. എൻ്റെ ഏറ്റവും ഫേവറേറ്റാണ് നല്ല ചൂട് ദോശയും സാമ്പാറും. പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം ഊറുന്നു. പിന്നെ ദോശയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഒരു സൈഡ് മുരിഞ്ഞ് വന്നപ്പോൾ നന്നായിട്ടൊന്ന് അടുത്ത സൈഡ് തിരിച്ചിട്ടൊന്ന് മുരിച്ചെടുക്കുക. പിന്നെ ലഞ്ചിന് വേണ്ടിയിട്ട് ഞാനിന്ന് ഒരു കൊഞ്ച് തീയലാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അതിൻ്റെ റെസിപ്പി നാളെ ഇടാം കേട്ടോ. അപ്പോൾ അടിപൊളി ഒരു ടേസ്റ്റി പ്രോൺസിൻ്റെ തീയലൂടെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് ലഞ്ചിനും ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ എന്തൊക്കെയായിരുന്നു സ്പെഷ്യൽ? എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതേപോലെയുള്ള നല്ല സിമ്പിളായിട്ടുള്ള വീഡിയോസും റെസിപ്പീസും ഒക്കെ ആയിട്ട് നമ്മൾ നാളെയും വരാം കേട്ടോ.